ഹലോ എവരി വൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഇനിയും സ്റ്റാൻഫോർഡിലെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഈ 2020 വഴിയാണ് ഇവിടെ കയറിയത്. അന്ന് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3075 ആയിരുന്നു. അപ്പം നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ബോണ്ട് എന്താൽപ്പി അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പിയും എന്താണ് മീൻ ബോണ്ട് എന്താൽപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്താ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ബോണ്ട് ഡിസോസിയേഷൻ മീൻ ബോണ്ട് എന്താൽപ്പിയിൽ നമ്മൾ CH4ന്റെ എല്ലാ CH ബോണ്ടും സെയിം ടൈപ്പ് ഓഫ് ബോണ്ട് ആണെങ്കിലും ഓരോ CH ബോണ്ട് പൊട്ടിക്കാനുള്ള ബോണ്ട് എന്താൽപ്പി വേറെ വേറെയാണെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ വേറെ CH ബോണ്ട് എന്താൽപ്പി ഉള്ളത് കൊണ്ട് നമ്മൾ CH ബോണ്ട് എന്താൽപ്പി എന്താണ് ചോദിച്ചാൽ പറയാൻ വേണ്ടി നമ്മൾ ഒരു മീൻ ബോണ്ട് എന്താൽപ്പി ഡിഫൈൻ ചെയ്യുന്നു. എന്താണ് എല്ലാ ബോണ്ടിന്റെയും കൂടെ ആവറേജ് ബോണ്ട് എന്താൽപ്പി നമ്മൾ എടുക്കുന്നു. അതാണ് നമ്മൾ മീൻ ബോണ്ട് എന്താൽപ്പി ആയിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ CH4ലെ ആദ്യത്തെ CH ബോണ്ട് പൊട്ടിക്കാൻ 427 കിലോ ജൂൾ വേണം. രണ്ടാമത്തെ CH ബോണ്ട് പൊട്ടിക്കാൻ 439, മൂന്നാമത്തേന് 452, നാലാമത്തേന് 347. എല്ലാം കൂടെ ആവറേജ് എടുത്ത് നമുക്ക് കിട്ടിയതാണ് 460. അപ്പം CH ബോണ്ട് 4 മോളിക്യൂളിലെ മീൻ ബോണ്ട് എന്താൽപ്പി വെച്ചാൽ നമ്മൾ 460 എന്ന് പറയും. ഓക്കെ, ഇന്നത്തെ നമുക്ക് വേറെ പറയാനുള്ളതിന് അടുത്തതിലേക്ക് പോവാം. ലാറ്റിസ് എന്താൽപ്പിയെ കുറിച്ചാണ് പറയാനുള്ളത്. The lattice enthalpy of an ionic compound is the enthalpy change which occurs when one mole of an ionic compound dissolves into its ions in gaseous. അപ്പൊ നമുക്കറിയാം അയോണിക് കോമ്പൗണ്ട്സ് എന്താണ്, എല്ലാത്തിനും ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ട്. ആ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്ന് ആറ്റംസിനെ മാറ്റി അതിന്റെ റെസ്പോണ്ടിങ് ഗേഷ്യസ് ആറ്റം ആക്കി മാറ്റാൻ വേണ്ട എനർജിയെ അതിനെങ്കിൽ എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നേക്കുന്നത് NaCl സോൾഡ് തന്നേക്കുന്നത് അയോണിക് സോൾഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അതിന് നമ്മൾ ബോണ്ടുകൾ പൊട്ടിച്ച് സോഡിയം അയോണിന്റെ ഗ്യാസും ക്ലോറൈഡ് അയോണിന്റെ ഗ്യാസുമായിട്ട് ഗ്യാസ് മോളിക്യൂളായിട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് വേണ്ട എനർജി അതിനെയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ ലാറ്റിസ് എൻതാൽപ്പി ഇവിടെ 788 കിലോ ജൂൾ പെർ മോൾ തന്നിട്ടുണ്ട്. Since it is impossible to determine lattice enthalpies directly by experiment, we use an indirect method where we construct an enthalpy diagram called a Born-Haber cycle. അപ്പോൾ നമുക്ക് ഈ എൻതാൽപ്പി ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് Born-Haber cycle എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പാഠം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, Born-Haber cycle. അപ്പൊ നമുക്ക് ഇവിടെ എന്താന്ന് വെച്ചാൽ നമുക്ക് ആദ്യം NaCl എന്ന സോളിഡ് അയോണിക് സോളിഡിനെ എന്താക്കണം, Na+ ഗ്യാസും Cl- ഗ്യാസും ആക്കണം അല്ലേ? അതാണ് നമുക്ക് വേണ്ടത്. NaCl സോൾഡിനെ നമുക്ക് Na+ Cl- ആക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. ഇവിടെ NaCl എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? Na സോളിഡും ഹാഫ് Cl ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് NaCl ഉണ്ടാകുന്നത്. അതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സോഡിയത്തിന് സോളിഡ് ഫോം ഗ്യാസിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ഓക്കെ, സോഡിയത്തിന് ഗ്യാസ് എന്താണ് സോളിഡിൽ നിന്ന് ഗ്യാസ് ആക്കാൻ വേണ്ടി എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. ഓക്കെ, ഇവിടെ ക്ലോറിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, അത് സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് അയണൈസേഷൻ ആണ് ഇവിടെ അടുത്ത് തന്നേക്കുന്നത്. ഇപ്പൊ എന്താണ് സോഡിയം അയോൺ ആക്കി മാറ്റാൻ എൻതാൽപ്പി ഓഫ് അയോണൈസേഷൻ. ഓക്കെ, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലോറിനും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, അത് സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നോക്കും ക്ലോറിന് ഹാഫ് ക്ലോറിൻ. നമ്മളെല്ലാം ഇത് ബോണ്ട് എൻതാൽപ്പി ഈ ഡയഗ്രാം എല്ലാം വരയ്ക്കുന്നത് എന്താണ്, ഒരു മോളിന്റെ ആണ് പറയുന്നത്. നമുക്ക് ഹാഫ് മോൾ ക്ലോറിൻ മതി. ഇപ്പൊ ഹാഫ് മോൾ ക്ലോറിന്റെ ആറ്റം കിട്ടാൻ വേണ്ടി നമ്മൾ ഹാഫ് മോൾ ക്ലോറിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും കൂടെ വരുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഹാഫ് Cl2 ഗ്യാസ് Cl ഗ്യാസ് ആയി, പിന്നെ Na+ ഗ്യാസ് Na ആയി. പിന്നെ അതിന്റെ കൂടെ നമുക്കിപ്പോ എന്താ Na+ ഗ്യാസും ഉണ്ട് Cl ഗ്യാസും ഉണ്ട്. അപ്പൊ അല്ലേ ഇപ്പൊ Cl എല്ലാം ഉണ്ട്, എന്താണ് നമ്മുടെ ഫോർമുലയിൽ Cl- ഗ്യാസ് ആണ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യിക്കുന്നു. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യിക്കാൻ വേണ്ടി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും കൂടെ വരുന്നു. ഓക്കെ, അപ്പൊ Na+ ഗ്യാസും Cl- കിട്ടി. പിന്നെന്താ വീണ്ടും സൈക്കിളായിട്ട് തന്നെ പോകുന്നത്. അതിന് ലാറ്റിസ് എൻതാൽപ്പി കൊടുത്താൽ ലിബർട്ടി അത്ര എനർജി ലിബറേറ്റ് ചെയ്താൽ വീണ്ടും അയോണിക് സോളിഡ് ആയിട്ട് മാറും. ഓക്കെ, ഈ സൈക്കിളിനെ വിളിക്കുന്നതാണ് നമ്മൾ Born-Haber സൈക്കിൾ. അപ്പൊ ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ട എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ ആരോസ് കൊടുത്തേക്കുന്നത് ഫോർവേഡ് ഡയറക്ഷൻ ആണ്. അപ്പൊ നേരെ തിരിച്ചുള്ള ആരോ കൊടുത്താൽ അതിന് നേരെ തിരിച്ചുള്ള നെഗറ്റീവ് വാല്യൂ എടുത്താൽ മതി. അപ്പൊ അതാണ് ഇവിടെ നമുക്ക് സെപ്പറേറ്റ് തന്നേക്കുന്നത്. ആദ്യം Na സോളിഡ് ഗ്യാസ് ആക്കാൻ വേണ്ടി സബ്ലിമേഷൻ അതെടുത്തു. പിന്നെ സോളിഡിനെ ഗ്യാസ് ആക്കി. ഇനി ഗ്യാസിനെ നമുക്ക് എന്താണ് അതിനെ അയണൈസ് ചെയ്യണം. Na+ ഗ്യാസ് ആറ്റം ആക്കണം. പിന്നെ ഹാഫ് Cl2 നമുക്ക് എന്താ ഡിസോസിയേഷൻ എൻതാൽപ്പി കൊടുത്താൽ
ഹാഫ് Cl2 Cl ആയിട്ട് മാറും. പിന്നെ Cl മൈനസ് ആക്കും. ഇവിടെ ചെയ്തേക്കുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് Na സോളിഡും Cl മൈനസ് Cl ഹാഫ് Cl2 ഗ്യാസും ഉണ്ട് അല്ലേ? Na സോളിഡ് നമുക്ക് ആദ്യം Na ഗ്യാസ് ആക്കി മാറ്റാം. എന്നിട്ട് Na ഗ്യാസിന് നമ്മൾ അയനൈസ് ചെയ്യിക്കുന്നു, Na പ്ലസ് ആക്കുന്നു. ഈ ഹാഫ് Cl2 നമുക്ക് എന്താക്കി മാറ്റാം? ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി എടുക്കാം. എന്ത് പറ്റും? നമുക്ക് ഹാഫ് Cl2 നമുക്ക് ബോണ്ട് ഡിസോസിയേഷൻ എടുത്താൽ നമുക്ക് ഒരു Cl ആറ്റംസ് കിട്ടും. ആ Cl ആറ്റംസിന് നമ്മൾ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യിച്ചുകൊണ്ട് Cl മൈനസ് ഗ്യാസ് ആക്കി മാറ്റും. പിന്നെ നമ്മളിവിടെ NaCl സോളിഡിൽ നിന്നാണ് തുടങ്ങിയത്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ വരുന്നത്. ഇതാണ് നമ്മുടെ ഇവിടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വരുന്നത്, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, ഇവിടെ എൻതാൽപ്പി ഓഫ് അയനൈസേഷൻ, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് സാധനങ്ങൾ കിട്ടി. ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇൻഡയറക്റ്റ്ലി ഇങ്ങനെ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ലാറ്റിസ് എൻതാൽപ്പിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ബോൺ ഹേബർ സൈക്കിൾ വെച്ചാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കുന്നത്. അടുത്ത നമുക്ക് പറയാനുള്ളത് എന്താണ്? എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ? എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദി എൻതാൽപ്പി ചേഞ്ച് when 1 mole of it dissolves in a specified amount of solvent. ഒരു മോള് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഒരു സോൾവെന്റിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ വിളിക്കുന്നത്. The enthalpy of solution at infinite dilution is the enthalpy change observed on dissolving substance in infinite amount of solvent. അപ്പം ഒരു മോൾ സബ്സ്റ്റൻസ് നമ്മൾ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് സോൾവെന്റിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനാണ് നമ്മൾ enthalpy of solution at infinite dilution എന്ന് വിളിക്കുന്നത്. When an ionic compound dissolves in a solvent, the ions leave their ordered position on the crystal lattice. These are now more free in solution, but solvation of these ions also occurs at the same time. എന്താ നമുക്കറിയാം, ഒരു അയോൺ നമ്മൾ ഒരു സോൾവെന്റിൽ നമ്മൾ മിക്സ് ചെയ്യുക, ഒരു അയോണിക് സോൾവെന്റ് നമ്മൾ സോൾവെന്റിൽ മിക്സ് ചെയ്യുമ്പോൾ എന്താ അയോൺസ് സ്പ്ലിറ്റ് ആവുന്നില്ലേ, ലാറ്റിസ് ഇറങ്ങി പോകുന്നത് ആ അയോൺസിന് സോൾവേഷൻ സംഭവിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ നമുക്ക് AB എന്ന് പറയുന്നത് സോളിഡ് നമുക്ക് വെള്ളത്തിൽ കലക്കുകയാണ്. വെള്ളത്തിൽ കലക്കുമ്പോൾ ഒന്ന് ഒരു പാത്രത്തിൽ എന്താ അത് സോൾവേഷൻ നടക്കുന്നു നമുക്ക് പറയാം. പിന്നെ രണ്ടാമത്തെ പാത്രം ഇവിടെ നോക്കുക, അന്ന് AB എന്ന സോളിഡിനെ നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസ് പുറത്തുവരാൻ വേണ്ടി നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി കൊടുക്കുന്നു. അപ്പൊ എന്താ A പ്ലസ് ഗ്യാസും B മൈനസ് ഗ്യാസും ആയി. പിന്നെ അതിനെ നമ്മൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൊടുക്കുന്നു. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പൊ എന്താ വരിക, ഇത് രണ്ടിന്റെയും കൂടെ സം ആയിരിക്കും എന്ത്, ടോട്ടൽ സോൾവേഷൻ എൻതാൽപ്പി പറയാം. ഓക്കെ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ, ഇത് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ആണ്. എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ വരുന്നത് നമ്മുടെ കേസിൽ വാട്ടറിന്റെ കേസിൽ മാത്രമാണ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ പറയുന്നത്. ഇപ്പൊ വേറെ ഏതെങ്കിലും സോൾവെന്റ് ആണെങ്കിൽ എൻതാൽപ്പി ഓഫ് സോൾവേഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് സോൾവേഷൻ സെയിം ആണ് ആദ്യം മനസ്സിലാക്കാം. പക്ഷെ അത് സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ നമ്മൾ സോൾവേഷന് പകരം ഹൈഡ്രേഷൻ എന്ന് പറയും. അതേ നമുക്ക് പറയാനുള്ളൂ. എന്താ പറയുക, ലാറ്റിസ് എൻതാൽപ്പിയും സോൾവേഷൻ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എൻതാൽപ്പിയും കൂടെ ആഡ് ചെയ്യുമ്പോഴും നമുക്ക് ഇവിടെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ കിട്ടുമെന്ന് അറിഞ്ഞിരിക്കാം. For most of the ionic compounds, enthalpy of solution is positive and dissociation process is endothermic. എന്താണ് ഇപ്പം കൂടുതൽ മെജോറിറ്റി അയോണിക് കോമ്പൗണ്ട്സിന് എന്താണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ അത് എൻഡോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ആൻഡ് ഡിസോസിയേഷൻ പ്രോസസ് ഈസ് എൻഡോതെർമിക്. ഡിസോസിയേഷന് വേണ്ടിയുള്ള എനർജി എൻഡോതെർമിക്. Therefore, the solubility of most salts in water increases with rise in temperature. ഇതെന്താണ് പറയുന്നത്, സോലിബിലിറ്റി ഓഫ് സോൾട്ട്സ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പം നമ്മൾ ചൂട് കൊടുക്കുന്നതോറും സോലിബിലിറ്റി കൂടും. കാരണം എന്താ, ഈ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് എൻതാൽപ്പി സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പൊ അത് എനർജി വലിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതോറും അതിന് കൂടുതൽ വലിച്ചെടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടോ, അപ്പൊ കൂടുതൽ സോലിബിലിറ്റി ഉണ്ടോ, അതാണ് പറയുന്നത്. If the lattice enthalpy is very high, the dissolution of the compound may not take place at all. അപ്പൊ ലാറ്റിസ് എൻതാൽപ്പി വളരെ ഹൈ ആണെങ്കിൽ എന്താ, ചിലപ്പോൾ സോലിബിലിറ്റി നടക്കത്തതേ ഇല്ല. കാരണം ലാറ്റിസ് എൻതാൽപ്പി എന്താണ്, എൻഡോതെർമിക് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ്. അത് ഇത്രയും കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും സോലിബിലിറ്റി നടക്കാറ്. ഓക്കെ, അടുത്ത് നമുക്ക് പറയാനുള്ളത് എൻതാൽപ്പി ഓഫ് ഡൈലൂഷൻ ആണ്. It is not that enthalpy of solution is the enthalpy change associated with the addition of a specified amount of solute to the specified amount of solvent at constant temperature. പക്ഷേ enthalpy of solution എന്ന് പറഞ്ഞാൽ എന്താണ്,
ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് നമ്മൾ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് നമ്മൾ എൻതാൽപ്പി സൊല്യൂഷൻ എന്ന് വിളിക്കും. This argument can be applied to any solvent with slight modification. Enthalpy change for dissolving 1 mole of gaseous hydrogen chloride in 10 mole of water can be represented by the following equation. അപ്പം എന്താ നമ്മൾ 1 mole HCl അതിന് നമ്മൾ 10 mole വെള്ളത്തിൽ എന്താണ് ഡിസോൾവ് ചെയ്യാം. ഡിസോൾവ് ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണെന്ത് 69.01 കിലോ ജൂൾ പെർ മോൾ തന്നേക്കും. ഓക്കെ, ഇനി അതല്ല നമ്മൾ 1 mole HCl നമ്മൾ 25 mole വെള്ളത്തിൽ കലക്കുന്നു. അപ്പൊ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് -72.03. 40 മോളിലാണെങ്കിൽ -72.79. ഇൻഫിനിറ്റ് ഡൈലൂഷൻ ആണെങ്കിൽ നമ്മൾ നടത്തുന്നതെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് -74.85 കിട്ടും. അപ്പൊ നമുക്ക് ഈ ഡെൽറ്റ എച്ചിന്റെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ സോൾവെന്റ് എമൗണ്ട് കൂട്ടുന്നത് അല്ലെങ്കിൽ ഡൈലൂഷൻ കൂട്ടും തോറും ഡെൽറ്റ എച്ച് കൂടുതൽ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത്. ആസ് മോർ ആൻഡ് മോർ സോൾവെന്റ് ഈസ് യൂസ്ഡ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ അപ്രോച്ചസ് എ ലിമിറ്റിംഗ് വാല്യൂ. എന്തായാലേ കൂടുതൽ സോൾവെന്റ് ഉപയോഗിക്കും തോറും ഡെൽറ്റ എച്ചിന് ഒരു ലിമിറ്റിംഗ് വാല്യൂ, ഒരു മാക്സിമം ആയിട്ടുള്ള ഒരു നെഗറ്റീവ് വാല്യൂവിലേക്ക് എത്തുന്നു. ഇൻഫിനിറ്റ് ഡൈലൂഷൻ നമുക്ക് അവിടെ -74.85 വരെ കിട്ടി അല്ലേ. അത് നോക്കുക, നമുക്ക് 10 മോളില് 69, 25 72. അപ്പൊ അവിടെ ഒക്കെ പെട്ടെന്ന് ജമ്പ് ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് ഡൈലൂഷൻ കൂടുന്നതോറും വാല്യൂസ് അങ്ങനെ ഒരുപാട് അങ്ങനെ കൂടി വരുന്നില്ല. ഇൻഫിനിറ്റ് ഡൈലൂഷൻ നമുക്ക് 74.85 വരെ എത്തി. If you subtract the first equation from the second equation in the above equation we obtain, ഇല്ലേ, നമുക്ക് ഫസ്റ്റ് ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. എന്നുവെച്ചാല് 25 45 40 നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കിട്ടും അല്ലെ. നമുക്ക് 25 മോൾസ് വാട്ടർ ആദ്യം 50 മോൾസ് വാട്ടർ ആദ്യം ഉണ്ടായത്, അതിന്റെ കൂടെ നമ്മൾ 25 കൂടെ ആഡ് ചെയ്തു അല്ലേ. അങ്ങനെയാണ് നമ്മൾ 40 ആക്കിയത്. അപ്പൊ ആ രണ്ടിന്റെയും കൂടെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 15-25 ആ ഡൈലൂഷന്റെ എൻതാൽപ്പി ചേഞ്ച് ആണ് നമുക്ക് അവിടെ കിട്ടിയത് അല്ലേ. അപ്പൊ അതാണ് എൻതാൽപ്പി ഡൈലൂഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ആലോചിക്കാം, നമുക്ക് 10 അക്വസ് ആയിരുന്ന HCl സൊല്യൂഷൻ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു. നമ്മൾ 25 ആക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടായ ഡൈലൂഷൻ എൻതാൽപ്പി എത്ര നമുക്ക് മൈനസ് ചെയ്ത് രണ്ടിന്റെയും കൂടെ എന്താണ് ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ എന്താ വരിക 72.03 മൈനസ് 69.01 നമുക്ക് 20 മൈനസ് 3.02 ഇതായിരിക്കും കിലോ ജൂൾ പെർ മോൾ. ഇതാണ് എന്ത് നമ്മൾ 10 അക്വസ് സൊല്യൂഷനിൽ നിന്ന് 25 അക്വസ് സൊല്യൂഷൻ ആക്കിയപ്പോൾ ഉണ്ടായ എൻതാൽപ്പി ഓഫ് ഡൈലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ സക്സസീവ് നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അടുത്ത നമുക്ക് പറയാനുള്ളത് സ്പോണ്ടേനിറ്റി പറ്റിയാണ്. എന്താണ് സ്പോണ്ടേനിറ്റി? The first law of thermodynamics tells us that a relation between the heat absorbed and the work performed on or by a system അല്ലേ. നമ്മൾ ഫസ്റ്റ് ലോ എന്താ പറയുക, എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് ഓർ ബി ഡിസ്ട്രോയ്ഡ്. നമ്മൾ കൊടുക്കുന്ന എനർജി മൊത്തം എന്തായിട്ട് മാറുകയാണ്, ഒന്നെങ്കിൽ അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ എന്താണ് Q+W എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് വർക്ക് ചെയ്യാനും ഇന്ത്യൻ എനർജി കൂട്ടാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മളവിടെ പറയും. ഓക്കെ, it puts no restriction on the direction of heat flow അല്ലെ. ഹീറ്റ് ഇവിടുന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യണം എന്നുള്ളത് പക്ഷെ ആ ലോയിലൂടെ നമുക്ക് പറയുന്നില്ല. However, the flow of heat is unidirectional from higher temperature to lower temperature അല്ലെ. നമുക്കറിയാം ഹീറ്റ് എപ്പോഴും ഫ്ലോ ചെയ്യുന്നപ്പോഴായിരിക്കും ഹയർ ടെമ്പറേച്ചർ ഉള്ള ബോഡിയിൽ നിന്ന് ലോവർ ടെമ്പറേച്ചർ ഉള്ള ബോഡിയിലേക്ക് എപ്പോഴും ഹീറ്റ് ഫ്ലോ ചെയ്യുക. In fact, all naturally occurring processes, whether chemical or physical, will tend to proceed spontaneously in one direction അല്ലേ. എന്താണ് പറയുന്നത്, ഒരു നാച്ചുറൽ ആയിട്ട് നമ്മൾ കാണുന്ന പല പ്രോസസ്സ് എന്താണ് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഡയറക്ഷൻ നടക്കാറുള്ളൂ. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഗ്യാസ് എക്സ്പാൻഡിംഗ് ടു ഫിൽ ദി അവൈലബിൾ വോളിയം ഇല്ലേ. ഒരു എംപ്റ്റി കണ്ടെയ്നറിൽ ഗ്യാസ് കുറച്ച് ഗ്യാസ് കൊടുത്താൽ എത്ര ഗ്യാസ് കൊടുത്താൽ ആ കണ്ടെയ്നർ മൊത്തം ആ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യും. പിന്നെ ബേണിംഗ് കാർബൺ ഇൻ ഡൈ ഓക്സിജൻ ഗിവിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ നമ്മൾ ഡൈ ഓക്സിജനായിട്ട് ബേൺ ചെയ്ത് കാർബൺ ബേൺ ചെയ്താൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ കിട്ടത്തുള്ളൂ. But heat will not flow from colder body to warmer body on its own. The gas in its container will not spontaneously contract into one corner. Or carbon dioxide will not form carbon and dioxygen spontaneously. ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് സാധനങ്ങൾ നടക്കാറില്ല. എന്താണ് പറയുന്നത്, കോൾഡർ ബോഡിയിൽ നിന്ന് ഹോട്ടർ ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യത്തില്ല. പിന്നെ ഗ്യാസ് നമ്മളൊരു എംപ്റ്റി കണ്ടെയ്നറിൽ ഗ്യാസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഗ്യാസ് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി അങ്ങനെ നിൽക്കത്തില്ല. ആ കണ്ടെയ്നറിന്റെ സ്പേസ് മൊത്തം ഒക്യുപ്പൈ ചെയ്തുകൊണ്ട് ഗ്യാസ് നിൽക്കത്തുള്ളൂ. മാത്രമല്ല കാർബൺ ഡയോക്സൈഡും സ്പോണ്ടേനിയസ് ആയിട്ട് കാർബൺ ഓക്സിജനും സെപ്പറേറ്റ് ആയിട്ട് കിട്ടത്തില്ല. These and many other spontaneously occurring changes show unidirectional shape. ഇതെല്ലാം യൂണിഡയറക്ഷണൽ ചേഞ്ച് ആണ് കാണിക്കുന്നത് പറയുന്നത്.
We may ask, what is the driving force of spontaneously occurring changes? What determines the direction of spontaneous change? അപ്പൊ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. You may think by your common observation that spontaneous reaction is one which occurs immediately when contact is made between the reactants. അല്ലേ, നമ്മൾ റിയാക്ഷൻസ് നമ്മൾ ജസ്റ്റ് എടുത്ത് വെച്ചാൽ തന്നെ ആ റിയാക്ഷൻ നടക്കണം. അങ്ങനത്തെ റിയാക്ഷൻസിനെ അല്ല നമ്മൾ സ്പോണ്ടേനിയസ് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ ഹൈഡ്രജന്റെ ഓക്സിജനെയും കൂടെ നോക്കാം. നമുക്ക് എന്താണ് ഹൈഡ്രജൻ ഓക്സിജൻ കോമ്പിനേഷൻ നോക്കാം ഇല്ലേ. നമുക്ക് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്, ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. മാത്രമല്ല ഓക്സിജൻ എന്ന് പറയുന്നത് കമ്പഷന്റെ സപ്പോർട്ടാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ചെടുത്ത് വെച്ചാൽ these gases may be mixed at room temperature and left for many years without observing any perceptible change. ഈ രണ്ട് ഗ്യാസ് നമ്മൾ ചുമ്മാ എടുത്ത് വെച്ചാൽ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് വാട്ടർ കിട്ടുമോ? ഇല്ല, അങ്ങനെ കിട്ടത്തില്ല. Although reaction is taking place between them, it is at an extremely slow rate. അവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ആ റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അവിടെ വാട്ടർ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാത്തത്. It is still called spontaneous reaction. So spontaneity means having the potential to proceed without the assistance of external agents. അപ്പം സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആ റിയാക്ഷൻ ഫോർവേഡ് നടക്കും, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാണ്ട് തന്നെ ആ റിയാക്ഷൻ ഫോർവേഡ് നടക്കണം. അങ്ങനെയുള്ള തനിയെ നടക്കുന്ന റിയാക്ഷൻ നമ്മൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. However, it does not tell about the rate of the reaction or process. പക്ഷേ ഫോർവേഡ് റിയാക്ഷൻ നടക്കുമെന്ന് വെച്ച് ആ റിയാക്ഷൻ എത്ര പെട്ടെന്ന് നടക്കും എന്നുള്ളത് നമുക്ക് സ്പോണ്ടേനിറ്റി എന്ന കൺസെപ്റ്റ് കൊണ്ട് പറയാൻ പറ്റത്തില്ല. Another aspect of spontaneous reaction or process, as we see, is that these cannot reverse their direction on their own. അപ്പോൾ ഈ സ്പോണ്ടേനിയസ് റിയാക്ഷന്റെ ഡയറക്ഷൻസ് അവർക്ക് സ്വന്തമായിട്ട് തിരിക്കാൻ പറ്റില്ല. സ്പോണ്ടേനിയസ് പ്രോസസ് is an irreversible process and may only be reversed by some external agent. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസിന്റെ ഡയറക്ഷൻ നമുക്ക് മാറ്റണമെങ്കിൽ എന്താണ്, ഒരു വെളിയിൽ നിന്നൊരു എക്സ്റ്റേണൽ ഡ്രൈവിംഗ് ഫോഴ്സ് അതിന് കൊടുത്താലേ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടെ മാത്രമേ നമുക്ക് സ്പോണ്ടേനിയസ് പ്രോസസിന്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ. Is decrease in enthalpy a criterion for spontaneity? If you examine the phenomenon like flow of water downhill or fall of a stone to the ground, we find that there is a net decrease in potential energy in direction of change. അല്ലേ, അപ്പൊ നമ്മള് ഒരു ഹയർ ലൊക്കേഷനിൽ നിന്ന് വെള്ളം ഒഴിച്ചാൽ എന്താണ്, വെള്ളം താഴോട്ടേ വരത്തുള്ളൂ. മാത്രമല്ല നമ്മള് ഒരു കല്ലെറിഞ്ഞാൽ കല്ല് എപ്പോഴും താഴോട്ട് വരത്തുള്ളൂ അല്ലേ, എറിഞ്ഞോടുത്താൽ എപ്പോഴും കല്ല് താഴോട്ട് വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ പ്രോസസ്സ് നോക്കുമ്പോൾ എന്താ, ആ പ്രോസസ്സുകളിൽ ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി കുറയാണ് ചെയ്യുന്നത് അല്ലേ. ഹില്ലിൽ നിന്ന് മേലോട്ട് താഴ്ന്ന വെള്ളം ആക്കുമ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കുറയുന്നുണ്ട്, കല്ല് താഴോട്ട് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നുണ്ട്. By analogy, we may be tempted to state that a chemical reaction is spontaneous in a given direction because decrease in energy has taken place. അതേപോലെ ആ അനാലജി വെച്ച് നമുക്ക് പറയാം, എന്താ, നമുക്ക് ചിന്തിക്കാവുന്നതാണ് എന്ത്, ഡിക്രീസ് ഇൻ എനർജിയാണ് സ്പോണ്ടേനിറ്റിയുടെ ഡ്രൈവിംഗ് ഫോഴ്സ് നമുക്ക് പറയാം, നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല നോക്കാം. കാരണം ബിക്കോസ് ഡിക്രീസ് എനർജി ഹാസ് ടേക്കൺ പ്ലേസ്. ഫോർ എക്സാമ്പിൾ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് തന്നേക്കുന്നത് എന്താണ്, N2H2 കൂടെ കമ്പൈൻ ചെയ്ത് NH3 എന്ന് പറയുന്നത് അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പം നെഗറ്റീവ് എൻതാൽപ്പി ആണ്. പിന്നെ ഹൈഡ്രജനും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് HCl ഉണ്ടാകുന്നത് നെഗറ്റീവ് ആണ്. H2O2 കൂടെ കമ്പൈൻ ചെയ്ത് H2 ആവുന്നത് എന്താണ്, നെഗറ്റീവ് എൻതാൽപ്പി ചേഞ്ച് ആണ് ഉണ്ടാകുന്നത്. The decrease in enthalpy is passing from reactions to products may be shown for any external reaction. അല്ലെ, ഏതൊരു എക്സ്റ്റേണൽ റിയാക്ഷൻ നമുക്ക് സ്പോണ്ടേനിറ്റി കാണിക്കാൻ പറ്റുന്നത് കാണിക്കാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. എന്താണ്, കാരണം അവിടെ ഡെൽറ്റ H നെഗറ്റീവ് ആവുന്നതുകൊണ്ട് എനർജി കുറയുന്നു. അതുകൊണ്ടാണ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കാൻ നമുക്ക് ആർഗ്യൂ ചെയ്യാം. Thus, the postulate that driving force for a chemical reaction may be due to decrease in energy sounds reasonable as the base evidence so far. അല്ലേ, അപ്പം ഡിക്രീസ് ഇൻ എനർജി എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. നമുക്ക് ഈ റിയാക്ഷൻസ് നോക്കി ആർഗ്യൂ ചെയ്യാവുന്നതാണ്. നമുക്ക് വേറെ കുറച്ച് റിയാക്ഷൻസ് നോക്കാം. ഇത് N2O2 കമ്പൈൻ ചെയ്ത് NO2 ഉണ്ടാകുന്നത്, അതിന്റെ ഡെൽറ്റ H എന്ന് പറയുന്നത് 33.2 ആണ്. പിന്നെ കാർബണും സൾഫറും കൂടെ കമ്പൈൻ ചെയ്ത് CH2 ഉണ്ടാകുന്നതിന്റെ 128 ആണ്. ഇതിന്റെ എല്ലാം എന്തായാലും പോസിറ്റീവ് എൻതാൽപ്പി ചേഞ്ച് ആണ് ഈ റിയാക്ഷൻസ് കാണിക്കുന്നത്. These reactions through endothermic are spontaneous. ഈ റിയാക്ഷൻസ് എൻഡോതെർമിക് ആണെങ്കിലും ഈ റിയാക്ഷൻസ് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ ആർഗ്യുമെന്റ് എന്താണ്, എനർജി കുറയുന്നത് മാത്രമാണ് സ്പോണ്ടേനിറ്റിയുടെ ബേസിസ് എന്നുള്ള ആർഗ്യുമെന്റ് ഈ റിയാക്ഷൻസിലൂടെ നമുക്ക് തെറ്റാണ്. Therefore, it becomes obvious that while decrease in enthalpy may be a contributory factor to spontaneity, it is not true for all cases. But decrease in enthalpy എന്ന് പറയുന്നത് ചില കേസിൽ അത് മാത്രം നമുക്ക് എന്താണ്, അത് കൺസിഡർ ചെയ്ത് അത് സ്പോണ്ടേനിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പറയും. പക്ഷെ അത് മാത്രമല്ല സ്പോണ്ടേനിറ്റി ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലെന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പം വേറൊരു ടേം നമ്മൾ ഇനി പഠിക്കാൻ പോകും, എൻട്രോപ്പി സ്പോണ്ടേനിറ്റി. ഇപ്പൊ
നമ്മൾ പറഞ്ഞു എൻതാൽപ്പി ചേഞ്ച് മാത്രമല്ല സ്പോണ്ടേനിറ്റി തീരുമാനിക്കുന്നത്. ഇപ്പൊ എൻതാൽപ്പി മാത്രമല്ലെങ്കിൽ പിന്നുള്ള എന്താണ് തീരുമാനിക്കുന്നത്, അത് തന്നെയാണ് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ എന്താണ് എൻട്രോപ്പി? Let us examine such a case in which delta H is equal to 0. അല്ലെ, ചേഞ്ച് ഇൻ എൻതാൽപ്പി 0 ആയിട്ടുള്ള ഒരു കേസ്. There is no change in enthalpy, but still the process is spontaneous. Let us consider diffusion of two gases into each other in a closed container which is isolated from surrounding as shown. ഒരു കണ്ടെയ്നറിൽ നമ്മൾ രണ്ട് ഗ്യാസ് ഫിൽ ചെയ്യുന്നു, ആ രണ്ട് ഗ്യാസ് തമ്മിൽ ഡിഫ്യൂഷൻ നടക്കുന്നു. The two gases A and gas A and gas B are represented by black dots and white dots respectively. Gas A നെ black dot വെച്ച് നമ്മൾ represent ചെയ്യുന്നു, ഗ്യാസ് B നെ നമ്മൾ white dot വെച്ച് represent ചെയ്യുന്നു. ഇപ്പൊ രണ്ട് കണ്ടെയ്നർ ആണ്, ഇവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. ഇവരുടെ ഇടയിലുള്ള ബൗണ്ട് നമ്മൾ എടുത്തു മാറ്റുമ്പോൾ എന്താണ് ഇവർ തമ്മിൽ ഡിഫ്യൂഷൻ സംഭവിക്കും. When the partition is withdrawn, the gases begin to diffuse into each other, and after a period of time, diffusion will be completely. കുറച്ച് കഴിയുമ്പോൾ diffusion complete ആവും. Let us examine the process. Before partition, if we were to pick up the gas molecules from the left container, we would be sure that these will be molecules of gas A, and similarly, if we ഇല്ലേ നമുക്ക് ഇവരുടെയുള്ള പാർട്ടീഷൻ മാറ്റുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഒരു ഗ്യാസ് മോളിക്യൂൾ പിക്ക് ചെയ്താൽ നമുക്ക് ഉറപ്പാണ് അതൊരു ഗ്യാസ് മോളിക്യൂൾ A ആണ്. റൈറ്റ് സൈഡിൽ നമ്മൾ പിക്ക് ചെയ്ത ഗ്യാസ് മോളിക്യൂൾ B ആണ്, നമുക്ക് ഉറപ്പാണ് അല്ലേ. But when the partition is removed, we are not sure whether the molecules picked are gas A or gas B. അല്ലേ, പക്ഷെ പാർട്ടീഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, അവര് ഫുൾ ഡിഫ്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഏതെങ്കിലും സൈഡിൽ നിന്ന് ഒരു മോളിക്യൂളിനെ പിക്ക് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റത്തില്ല എന്താണ് അത് ഗ്യാസ് A ആണോ ഗ്യാസ് B ആണോ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റത്തില്ല അല്ലേ. കാരണം എന്താ, വി സേ ദാറ്റ് സിസ്റ്റം ഹാസ് ബിക്കം ലെസ് പ്രഡിക്റ്റബിൾ ഓർ മോർ കെയോട്ടിക്. കാരണം ഡിഫ്യൂഷൻ വഴി എന്താണ് ഈ സിസ്റ്റം എന്താണ് നമുക്ക് ലെസ് പ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ കെയോസ് കൂടി നമുക്ക് പറയാം അല്ലേ, അല്ലെങ്കിൽ അതിന്റെ റാൻഡംനെസ് ഏത് പാർട്ടിക്കിൾ ആണ് അവിടെ ഉള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് കൂടി നമുക്ക് പറയാൻ പറ്റും. We may now formulate another postulate. In an isolated system, there is always a tendency for the system's energy to become more disordered or chaotic, and this could be a criterion for spontaneous change. അല്ലേ, അപ്പൊ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ മോളിക്യൂൾസ് എന്താണ് അവർ എപ്പോഴും ഡിസോർഡർനെസ് കൂട്ടാൻ അല്ലെങ്കിൽ കെയോസ് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസി അതിന് കൂടുതലാണ്. അപ്പൊ അതൊരു സ്പോണ്ടേനിയസ് കൂട്ടാനുള്ള ഒരു ഫാക്ടർ ആയിട്ട് നമുക്ക് കൂട്ടാം. അറ്റ് ദിസ് പോയിന്റ് വി ഇൻട്രൊഡ്യൂസ് അനദർ തെർമോഡൈനാമിക് ഫംഗ്ഷൻ എൻട്രോപ്പി, ഡിനോട്ടഡ് ആസ് എസ്. അപ്പൊ ഈ എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ എസ് വെച്ചാണ്. ദി above mentioned disorder is the manifestation of entropy. എന്താണ് എൻട്രോപ്പി? എൻട്രോപ്പി is the measure of the degree of randomness or disorder in the system അല്ലേ. ഒരു സിസ്റ്റത്തിലുള്ള റാൻഡംനെസ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് എന്താണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. The greater the disorder in isolated system, the higher is the entropy. അപ്പൊ ഡിസോർഡർനെസ് എത്രയും കൂടുതലാണോ അത്രയും കൂടുതലായിരിക്കും എൻട്രോപ്പി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, ഒരു ഐസ് മെൽറ്റ് ചെയ്യുന്നു, മെൽറ്റ് ചെയ്ത് എന്താവുന്നു, വാട്ടർ ആവുന്നു. ഇതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ് അല്ലേ. നമ്മൾ വെറുതെ വെച്ചാൽ തന്നെ ഐസ് വാട്ടർ ആവും. നമ്മൾ ഐസ് നോക്കുകയാണെങ്കിൽ ഐസ് അത് സോളിഡ് ആയിരുന്നു, പിന്നെ അത് ലിക്വിഡ് ആയി. അപ്പൊ നമുക്കറിയാം ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തിയപ്പോൾ എന്തായി, മോളിക്യൂൾസ് വാട്ടർ മോളിക്യൂൾസിന് ഇച്ചിരി കൂടെ മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. നമുക്കറിയാം സോളിഡ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എല്ലാം ഫിക്സ്ഡ് പ്ലേസ് ആണ്, നമുക്കറിയാം. പക്ഷെ വാട്ടറിൽ ഇച്ചിരി കൂടെ മൂവ്മെന്റ് കൂടാനുള്ള എന്താണ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഐസ് വാട്ടർ ആയപ്പോ അതിന്റെ മോളിക്യൂൾസിന്റെ എൻട്രോപ്പി കൂടി നമുക്ക് പറയാം അല്ലേ. മൂവ്മെന്റ് കൂടി, റാൻഡംനെസ് കൂടി, അപ്പം എൻട്രോപ്പി കൂടി. നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത് എൻട്രോപ്പി ഏറ്റവും കുറവ് എപ്പോഴും എന്തായിരിക്കും, ഒരു സബ്സ്റ്റൻസിന്റെ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും എൻട്രോപ്പി ഏറ്റവും കുറവ്. ഏറ്റവും മാക്സിമം അപ്പ് ഏത് സ്റ്റേറ്റിലായിരിക്കും, ഗ്യാസിയസ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മുടെ മോളിക്യൂൾസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. ലെറ്റ് us try to quantify entropy. അപ്പൊ എൻട്രോപ്പി എങ്ങനെയാണ് ക്വാണ്ടിഫൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലേ, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. One way to calculate the degree of disorder or chaotic distribution of energy among molecules would be through statistical method, which is beyond the scope of this statement. ഇപ്പൊ ഡിസോർഡേഴ്സ് എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് അത് ഇപ്പൊ അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. Entropy, like any other thermodynamic properties, is internal energy and enthalpy state function, and delta S is independent of path. അപ്പൊ എൻട്രോപ്പി എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി എൻതാൽപ്പി ഒക്കെ പോലെ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്. Whenever heat is added to the system, it increases molecular motions causing increased randomness in the system അല്ലേ. അപ്പൊ നമുക്കൊരു
സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുവാണ്. ഹീറ്റ് കൊടുക്കുമ്പോൾ എന്തായാലും നമുക്ക് ഓരോ മോളിക്യൂളിലും കൈനറ്റിക് എനർജി കൂടും അല്ലേ? കൈനറ്റിക് എനർജി കൂടുമ്പോൾ എന്താ അവരുടെ മൂവ്മെന്റ് കൂടും, റാൻഡംനെസ് കൂടും. അപ്പൊ നമുക്ക് പറയാം ഹീറ്റ് എന്ന് പറയുന്നത് എൻട്രോപ്പിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഹീറ്റ് ഹാസ് എ റാൻഡമൈസിങ് ഇൻഫ്ലുവൻസ്. Can we then equate delta S with Q? Experience suggests that the distribution of heat also depends on the temperature at which heat is added to the system. അല്ലെ? അപ്പൊ നമുക്ക് ഹയർ ടെമ്പറേച്ചറിൽ ഒരു സബ്സ്റ്റൻസിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ റാൻഡംനെസ് ലോവർ ടെമ്പറേച്ചർ സബ്സ്റ്റൻസ് ഹീറ്റ് കൊടുക്കുന്നതിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും അല്ലേ? ഇപ്പൊ ഹയർ ടെമ്പറേച്ചറിൽ നമുക്കൊരു സാധനമുണ്ട്, ലോവർ ടെമ്പറേച്ചറിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഹയർ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ റാൻഡംനെസ് ലോവർ ടെമ്പറേച്ചറിൽ കൊടുക്കുന്ന ഹീറ്റിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും നമുക്കറിയാം അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം എൻട്രോപ്പി എന്ന് പറയുന്നത് ഹീറ്റിന് മാത്രമല്ല, അത് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു അല്ലേ? ദസ് ടെമ്പറേച്ചർ ഇസ് ദി മെഷർ ഓഫ് ആവറേജ് കയോട്ടിക് മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദി സിസ്റ്റം. അല്ലെ? ഇപ്പൊ ഒരു സിസ്റ്റത്തിലെ പാർട്ടിക്കിളിന്റെ മോഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു സാധനം എന്താണ്? ടെമ്പറേച്ചർ ആണ്. നമുക്ക് ഇവിടെ പറയുന്നത് ഹയർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന, നേരത്തെ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഹയർ ടെമ്പറേച്ചറിൽ ലോവർ ടെമ്പറേച്ചറിൽ അല്ലേ? ലോവർ ടെമ്പറേച്ചറിൽ നമുക്ക് രണ്ട് സബ്സ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഹയർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ആ സബ്സ്റ്റൻസിന് ഓൾറെഡി എന്താണ്? റാൻഡംനെസ് കൂടുതലായിരിക്കും അല്ലേ? ഓൾറെഡി അവിടെ കുറെ മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി ഓൾറെഡി കുറെ ഉണ്ട്. അപ്പൊ ഓൾറെഡി അവിടെ കുറെ റാൻഡംനെസ് ഉണ്ട്. ലോവർ ടെമ്പറേച്ചറിലുള്ള കൈനറ്റിക് എനർജി കുറവായിരിക്കും, അപ്പം എൻട്രോപ്പി കുറവായിരിക്കും. അപ്പൊ ഹയർ ടെമ്പറേച്ചറിൽ നമ്മൾ ഒരു Q കൊടുക്കുവാണ്, ഒരു ഹീറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ എൻട്രോപ്പി കൈനറ്റിക് എനർജി കുറെ കിട്ടിയവരാണ്. അപ്പൊ അവർക്ക് കൂടാനുള്ള കൈനറ്റിക് എനർജി വീണ്ടും കൂട്ടാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ലോവർ ടെമ്പറേച്ചർ ഇരിക്കുന്ന ആൾക്ക് കൈനറ്റിക് എനർജി ഒരുപാട് കൂട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻട്രോപ്പി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ്. കാരണം ലോവർ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് കൊടുത്താൽ എൻട്രോപ്പി ഒരുപാട് കൂടും കമ്പയർ ടു ഹയർ ടെമ്പറേച്ചറിൽ ഓൾറെഡി ഇരിക്കുന്ന ഒരു സാധനത്തിന്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. Entropy change is inversely proportional to the temperature. Okay, change in temperature. അപ്പം ഹയർ ടെമ്പറേച്ചർ ഇരിക്കുന്ന ആളുടെ എൻട്രോപ്പി ചേഞ്ച് ഇവിടെ കുറവായിരിക്കും. പക്ഷെ ലോവർ ടെമ്പറേച്ചർ ഇരിക്കുന്ന ആളുടെ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് ഡെൽറ്റ എസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. പക്ഷെ നമ്മൾ ആ സാധനത്തിന്റെ എൻട്രോപ്പി ചേഞ്ച് ഇൻ എൻട്രോപ്പിയിൽ വേറെ എൻട്രോപ്പിയാണ് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഹയർ ടെമ്പറേച്ചർ ഇരിക്കുന്ന ആൾക്ക് ഓൾറെഡി എൻട്രോപ്പി കൂടുതലായിരുന്നു. ലോവർ ടെമ്പറേച്ചർ എൻട്രോപ്പി ഒട്ടുമില്ല. പക്ഷെ നമ്മൾ അവിടെ ഹീറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാ ചേഞ്ച് ഇൻ എൻട്രോപ്പി ചെറിയ ടെമ്പറേച്ചർ ഇരിക്കുന്ന ആൾക്ക് കൂടുതലായിരിക്കും. അതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഈ ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് ഡെൽറ്റ ഇസ് റിലേറ്റഡ് ടു Q ആൻഡ് T ആസ് ഡെൽറ്റ ഇസ് ഇക്വൽ ടു Q ബൈ T. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻ ആണ് ഡെൽറ്റ ഇസിന്റെ ഫോർമുലയാണ് Q റിവേഴ്സിബിൾ ബൈ T എന്നുള്ളത്. The total entropy change delta is total for the system and surroundings of a spontaneous process given by. ഒരു ഡെൽറ്റ ഇസ് ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ടോട്ടൽ ഇക്വേഷൻ ആണ് ഡെൽറ്റ ഓഫ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ ഓഫ് സറൗണ്ടിങ്. അത് ഗ്രേറ്റർ ദാൻ 0 ആവണം. എപ്പോ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അല്ലേ? അപ്പൊ എൻട്രോപ്പി ചേഞ്ച് കൂടും. എൻട്രോപ്പി കൂടുമ്പോഴാണ് നമ്മൾ ഒരു സിസ്റ്റം സ്പോണ്ടേനിയസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. When a system is in equilibrium, the change in entropy is maximum and the change backward reactions equal ആയിട്ട് നടക്കുന്നു. അങ്ങനത്തെ റിയാക്ഷൻ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ ഓൾറെഡി അവിടുത്തെ എൻട്രോപ്പി മാക്സിമം സ്റ്റേറ്റിൽ എത്തി. അപ്പൊ ആ സ്റ്റേറ്റിൽ എന്താണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി 0 ആയിപ്പോയി. We can say that entropy for a spontaneous process increases till it reaches maximum and at equilibrium the change in entropy is 0. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണ്? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ എൻട്രോപ്പി കൂടി വരും അല്ലേ? അതെന്താണ്? ആ റിയാക്ഷൻ ഇക്വിലിബ്രിയം ആവുന്നത് വരെ. ആ ഇക്വിലിബ്രിയം ആയിക്കഴിഞ്ഞാൽ എൻട്രോപ്പി മാക്സിമം ആയി പോകും. അവിടെ അപ്പൊ എന്താണ്? ചേഞ്ച് ഇൻ എൻട്രോപ്പി 0 ആയി പോകും. Since entropy is a state property, we can calculate the change in entropy for a reversible process by delta S of system is equal to Q reversible of system by temperature. ഈ ഫോർമുല അറിഞ്ഞിരിക്കും. We find that both for reversible and irreversible expansion for an ideal gas. അപ്പൊ നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ്ലി സ്ലോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ നടക്കുന്ന പ്രോസസ്. ഇപ്പം റിവേഴ്സിബിൾ പ്രോസസ്സിലാണെങ്കിലും ഇറവേഴ്സിബിൾ പ്രോസസ്സിലാണെങ്കിലും അല്ലേ, ഐസോതെർമൽ കണ്ടീഷനിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറയുന്നത് ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ് അത് 0 ആയിരിക്കത്തില്ല. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ ഇറവേഴ്സിബിൾ പ്രോസസ്സിനെയും
ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഡെൽറ്റ എസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് റിവേഴ്സ് പ്രോസസ്സിനെയും ഇറിവേഴ്സ് പ്രോസസ്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം റിവേഴ്സ് പ്രോസസ് ആകുമ്പോൾ നമുക്ക് റിവേഴ്സ് പ്രോസസ് ആകുമ്പോൾ നമുക്കറിയാം അതിന്റെ ഡെൽറ്റ എസിന്റെ ഫോർമുല നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഇറിവേഴ്സ് പ്രോസസ് എന്താ ഓൾമോസ്റ്റ് ഇൻഫിനിറ്റ്ലി സ്ലോയി നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ഇറിവേഴ്സ് പ്രോസസ് എന്ന് പറയുന്നത്. പക്ഷേ ഇറിവേഴ്സ് പ്രോസസ്സിൽ നമുക്കറിയാം ഓൾമോസ്റ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് അവിടുത്തെ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് 0 ആയിപ്പോ. അപ്പൊ ഡെൽറ്റ എസിന്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമുക്കൊരു പ്രോസസ് ഇറിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്ന് പറയാം. പക്ഷേ ഡെൽറ്റ യുവിന്റെ വാല്യൂ വെച്ച് നമുക്കത് പറയാൻ പറ്റില്ല. അതേ ഇവിടെ പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് പറയാനുള്ളത് ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി. നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടി നമുക്ക് 2 ടേംസ് ഇവിടെ കൊണ്ടുവരുന്നത്. ഒന്ന് പറയാം ആദ്യം നമ്മുടെ എൻതാൽപ്പി ചേഞ്ച്. നമുക്കറിയാം എൻതാൽപ്പി കുറയുമ്പോൾ നമുക്ക് സ്പോണ്ടേനിറ്റിനെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞു എന്താണ് എൻട്രോപ്പി ചേഞ്ച്. എൻട്രോപ്പി ചേഞ്ച് ഒരു റിയാക്ഷനെ സ്പോണ്ടേനിറ്റി തീരുമാനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ 2 ടേംസിനെയും കൂടെ കോറിലേറ്റ് ചെയ്ത് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഒരു ടേമാണ് ഗിബ്സ് എനർജി. എന്താണ് ഗിബ്സ് എനർജി നമുക്ക് നോക്കാം. We have seen that for a system, it is the total entropy change which decides the spontaneity of the process. Delta is totally പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് ഡിപ്പെൻഡ് ചെയ്ത് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലേ നമുക്ക് പറയാൻ പറ്റും. ബട്ട് മോസ്റ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻസ് fall into the category of either closed system or open system. Therefore, for most of the chemical reactions, there are changes in both enthalpy and entropy. മെയിൻലി കാണുന്ന റിയാക്ഷൻസിന് അല്ലേ എന്താണ് ഒന്നുകിൽ ഓപ്പൺ സിസ്റ്റം ക്ലോസ് സിസ്റ്റം ഇതിനെല്ലാം എന്താണ് എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, എൻട്രോപ്പി ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന ഒരു പുതിയ ടേംസ് ആണ് ഗിബ്സ് എനർജി ഒരു ഗിബ്സ് ഫംഗ്ഷൻ. നമ്മൾ ജി വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ ആണ് ജി ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് എന്നുള്ളത്. ജി എന്ന് വെച്ചാൽ ഗിബ്സ് എനർജി, എച്ച് എൻതാൽപ്പി, ടി ടെമ്പറേച്ചർ, എസ് എൻട്രോപ്പി. അതിൽ നിന്ന് ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി എന്താ ഗിബ്സ് എനർജി ചേഞ്ച് ഡെൽറ്റ ജി സിസ്റ്റം ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് എസ്. അപ്പം ഇവിടെ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഇൻറ്റു ഡെൽറ്റ എസ് പ്ലസ് എസ് ഇൻറ്റു ഡെൽറ്റ ടി. ഇതാണ് അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയത്. നമ്മൾ എന്നിട്ട് മൈനസ് അകത്തേക്ക് നമ്മൾ മൈനസ് കൊടുക്കുമ്പോൾ ഡെൽറ്റ ജി ഈക്വൽ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് മൈനസ് എസ് ഡെൽറ്റ ടി. നമ്മൾ റിയാക്ഷൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് നടക്കുന്നതെങ്കിൽ ഒരു ടെമ്പറേച്ചറിൽ ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്നല്ല നമ്മൾ മിക്കവാറും നോക്കുക അല്ലേ. അപ്പൊ അവിടെ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും നോക്കുക. അപ്പൊ അവിടെ ഡെൽറ്റ ടി 0 ആയി പോകും. ഡെൽറ്റ ടി 0 ആയി പോകുമ്പോൾ ഈ ടേം എന്തായും 0 ആയി പോകും. അവിടെ നിന്നാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എച്ച് എന്നുള്ള ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് എന്താണ് എൻതാൽപ്പി ചേഞ്ച് എൻട്രോപ്പി ചേഞ്ച് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റി. Let us consider how delta G is related to the delta G എങ്ങനെയാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിറ്റി പറയുന്നത് നമുക്ക് നോക്കാം. If the system is in thermal equilibrium with the surroundings, then the temperature of the surrounding is same as that of the system. അല്ലേ, ഇപ്പൊ നമുക്കറിയാം ഡെൽറ്റ ഇസ് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ആണ് സിസ്റ്റത്തിനെയും സറൗണ്ടിനെയും കൂടെ എൻട്രോപ്പി ചേഞ്ച് സമമായിരിക്കും. സിസ്റ്റവും സറൗണ്ടിങ്ങും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്കറിയാം എന്താണ് സിസ്റ്റത്തിന്റെയും ടെമ്പറേച്ചർ സറൗണ്ടിന്റെയും നമ്മൾ ഒരേ ടെമ്പറേച്ചറാണ് എല്ലാം നടക്കുന്നത്. അപ്പൊ ടെമ്പറേച്ചർ സെയിം ആയതുകൊണ്ട് അവരാണ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണുള്ളത്. അതുകൊണ്ട് അവരുടെ എന്താണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ഇസിക്കൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി ആണ്. അവിടെ നിന്ന് സറൗണ്ടിങ് എന്താ എൻട്രോപ്പി ചേഞ്ച് സറൗണ്ടിങ് നമുക്ക് ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ബൈ ടെമ്പറേച്ചർ എന്ന് കിട്ടി. ഇവിടുത്തെ കോൺസെപ്റ്റ് ഇതാണ്. നമ്മൾ പറഞ്ഞു സിസ്റ്റവും സറൗണ്ടിങ് തെർമൽ ഇക്വിലിബ്രിയത്തിലാന്ന് പറഞ്ഞു അല്ലേ. ഇവർ രണ്ടുപേരും ടെമ്പറേച്ചർ സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. തെർമൽ ഇക്വിലിബ്രിയം എന്താ നമുക്ക് സിസ്റ്റത്തിന്റെ എൻതാൽപ്പി കൂടിയാല് എന്താ സറൗണ്ടിങ്ങിന്റെ എൻതാൽപ്പി കുറവായിരിക്കും. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് ആ ടെമ്പറേച്ചർ കോമ്പൻസേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ആ ലോജിക്ക് വെച്ചാണ് ഇവിടെ പറയുന്നത് എന്താണ് ഡെൽറ്റ എസ് ഇസിക്കൽ ടു ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ബൈ ടി.
ഡെൽറ്റ എച്ച് സറൗണ്ടിങ് പോസിറ്റീവ് ആണെങ്കിൽ എന്താവും ഡെൽറ്റ എച്ച് സിസ്റ്റം നെഗറ്റീവ് ആവും. അപ്പൊ അങ്ങനെയാണ് ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ബൈ ടി കിട്ടിയത്. ആ ഇക്വേഷൻ എടുത്ത് നമ്മൾ ആദ്യം കണ്ട ഇക്വേഷന് കൊടുക്കുകയാണെങ്കിൽ ഇതെടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഡെൽറ്റ എച്ച് ടോട്ടൽ നമുക്ക് ഡെൽറ്റ സിസ്റ്റം പ്ലസ് മൈനസ് ഓഫ് ഡെൽറ്റ എച്ച് സിസ്റ്റം ബൈ ടി കിട്ടും. നമ്മൾ എല്ലാത്തിന്റെയും ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആക്കുന്നു. എന്താണ് എല്ലാവരും നമ്മൾ ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ടി ഡെൽറ്റ എച്ച് ടോട്ടൽ ടി ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് കിട്ടും. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഡെൽറ്റ എച്ച് ടോട്ടൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പൊ എന്താവും ടി ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ടി ഡെൽറ്റ സിസ്റ്റം മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. നമ്മൾ മൈനസ് വെളിയിൽ എടുത്താൽ മൈനസ് ഓഫ് ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ സിസ്റ്റം ഗ്രേറ്റർ ദാൻ 0. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്ന എന്താണ് ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എച്ച് ഇതെന്ന് പറയുന്നത് എന്താണ് ഡെൽറ്റ ജിയുടെ ഫോർമുലയാണ്. അല്ലെങ്കിൽ മൈനസ് ഓഫ് ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഡെൽറ്റ ജി ലെസ് ദാൻ 0 വരുമ്പോഴാണ് ഒരു പ്രോസസ് നമുക്ക് സ്പോണ്ടേനിയസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ ഷോർട്ട് ആയിട്ട് നമുക്ക് അറിയേണ്ട ഇത്രയേ ഉള്ളൂ. ഡെൽറ്റ ജി നെഗറ്റീവ് ആയാൽ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ ജി പോസിറ്റീവ് ആയാൽ ആ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ. അപ്പൊ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എപ്പോഴാണ് ലെസ് ദാൻ 0 ആവുന്നത്? ഒന്നെങ്കിൽ എന്താണ് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് അത്രയും എന്താണ് ഭയങ്കര ലെസ് ദാൻ 0 ആയിരിക്കണം അല്ലേ, വലിയ വാല്യൂ ആയിരിക്കും, വലിയ നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ടി ഡെൽറ്റ എസ് എന്ന ടൈമിൽ ടി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കണം അല്ലേ. ടി വലുതായാൽ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആണെന്ന് ചിന്തിക്കുക. ഓക്കെ, എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആണെങ്കിൽ ടി ഡെൽറ്റ എസ് വലുതായാലേ നമുക്ക് ഈ ടെറിട്ടറി മൊത്തത്തിൽ നെഗറ്റീവ് ആകത്തുള്ളൂ. അപ്പൊ ടി ടെമ്പറേച്ചർ വലുതാവണം, ഡെൽറ്റ എസ് പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ഡെൽറ്റ ജി നെഗറ്റീവ് ആണെന്ന് കിട്ടും. ഇവിടുത്തെ കൺസെപ്റ്റ് ഇതാണ്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് വിചാരിക്കുക അല്ലേ. അതാണ് നമ്മുടെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഇക്വേഷൻ എപ്പോഴാണ് നെഗറ്റീവ് ആവുക എന്ന് വെച്ചാൽ ഈ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എപ്പോഴാണ് നെഗറ്റീവ് ആവുക? ഡെൽറ്റ എച്ചും പോസിറ്റീവ് ആണ്, ഡെൽറ്റ എസും പോസിറ്റീവ് ആണെന്ന് ചിന്തിക്കുക. അപ്പോൾ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു ടേം ആവണം. ടി ഡെൽറ്റ എസ് അത്രയും വലിയ ടേം ആണെങ്കിൽ ടെമ്പറേച്ചർ ഹൈ ആവണം. എന്നാലേ ടി ഡെൽറ്റ എസ് വലുതാകുമ്പോഴേ ഈ മൈനസ് ചാർജ് വന്ന് ഡെൽറ്റ ജി മൈനസ് ആയി വന്ന് ഡെൽറ്റ ജി നെഗറ്റീവ് ആകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ റിയാക്ഷൻ ഹൈ ടെമ്പറേച്ചറിൽ നടത്തുന്നു എന്നതാണ് ലോജിക് എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് എൻട്രോപ്പി ആൻഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വി നോ ദാറ്റ് ഫോർ an isolated system the change in energy remains constant. Therefore, increase in entropy in such system is the natural direction of the spontaneous change. ഇത് പറയുന്നത് എന്താണ്? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ അതിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഇതാണ്. എന്താണ്? ദ സ്റ്റേറ്റ് ഓഫ് entropy of the entire universe isolated system will always increase over time. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്താണ്? എപ്പോഴും കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ ഓവർ ടൈം. അതാണ് പറയുന്നത്. Therefore, increase in entropy in such system is the natural direction of a spontaneous change. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എൻട്രോപ്പി എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, എപ്പോഴും പോസിറ്റീവ് വാല്യൂ വന്നുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഇനി തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് ഇവിടെ പറയാനുള്ളത് the entropy of any pure crystalline substance approaches 0 as the temperature approaches absolute 0. എന്ന് വെച്ചാൽ ഒരു ഏതൊരു സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പി എന്താണ്? 0 ആവും. എപ്പോ? ആബ്സലൂട്ട് 0 അല്ലെങ്കിൽ 0 കെൽവിൻ ടെമ്പറേച്ചറിൽ ഏതൊരു സബ്സ്റ്റൻസിന്റെയും എൻട്രോപ്പി എന്ന് പറയുന്നത് 0 ആണ്. അതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് സോ ബിക്കോസ് there is perfect order in a crystal at absolute 0. കാരണം ആബ്സലൂട്ട് 0യിൽ ക്രിസ്റ്റൽസിൽ എന്താണ്? അത്രയും പെർഫെക്റ്റ് അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടാവും. അപ്പം മോളിക്യൂൾസിന് മൊബിലിറ്റി ഉണ്ടാവത്തില്ല. അപ്പൊ എൻട്രോപ്പി 0 എന്നാണ് പറയുന്നത്. The statement is confined to pure crystalline solids because theoretical arguments and practical evidence have shown that entropy of solutions and supercooled liquids is not 0 at 0 Kelvin. ഈ ലോ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആകെ പ്യൂർ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എക്സ്പെരിമെന്റ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി
സൊല്യൂഷൻസിന്റെയും സൂപ്പർ കൂൾ ലിക്വിഡ്സിന്റെ എൻട്രോപ്പി ആബ്സല്യൂട്ട് സീറോയിൽ സീറോ അല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഗിബ്സ് എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം. ഒരു ഗിബ്സ് എനർജി അറിയാമെങ്കിൽ നമുക്ക് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിറ്റി അറിയാൻ പറ്റും. നമ്മൾ പറഞ്ഞു കാരണം ഡെൽറ്റ ജി എന്താണ് നെഗറ്റീവ് ആകുമ്പോൾ ലെസ് ദാൻ സീറോ ആകുമ്പോൾ അത് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും എന്ന് പറഞ്ഞു അല്ലേ. ഇതുവരെ നമ്മൾ ഫ്രീ എനർജി ചേഞ്ചസ് എവിടെയുള്ള ഫ്രീ എനർജി നമ്മൾ കൺസിഡർ ചെയ്ത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷനുള്ള കാര്യം നോക്കും. റിവേഴ്സിബിൾ റിയാക്ഷൻസിൽ ഓൾമോസ്റ്റ് ഇക്വിലിബ്രിയത്തിൽ നടക്കുന്ന റിയാക്ഷൻസ്. ഒരു ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഒരു റിയാക്ഷൻ ഫോർവേഡും ബാക്ക്വേർഡും ഈക്വൽ ആയിട്ട് നടക്കുന്നുണ്ട്. This means that the reactions in both the directions should proceed with a decrease in free energy, which seems impossible. It is possible only if at equilibrium the free energy of the system is minimum. If it is not, the system would spontaneously change to configuration of lower free energy. ഇത് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ഫ്രീ എനർജി ചേഞ്ച് അല്ലെങ്കിൽ ഡെൽറ്റ ജി ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്താണ്? സീറോ ആവുമെന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം ഇക്വിലിബ്രിയത്തിൽ എ എന്ന് പറയുന്ന എ ബി എന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇക്വിലിബ്രിയത്തിൽ എന്താ ഈ രണ്ട് റിയാക്ഷൻസ് ഈക്വൽ ആയിട്ട് നടക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുമ്പോൾ എന്താണ് അതിന്റെ ഗിബ്സ് ഫ്രീ എനർജി കുറയും. എന്ന് വെച്ചാൽ രണ്ട് സൈഡിലോട്ട് പോകുമ്പോഴും എന്താണ് എനർജി കുറഞ്ഞു വരുന്നതാവണം. എന്നാലും അങ്ങനെ ഒരു പോസിബിലിറ്റിയെ നമുക്ക് എന്താണ് ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നത് ഡെൽറ്റ ജി കുറയുമ്പോഴാണ് നമുക്കറിയാം. ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ രണ്ട് സൈഡിലോട്ടും ഈക്വൽ ആയിട്ട് റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ട് സൈഡിലോട്ടും എനർജി കുറയാനുള്ള സാധ്യത വേണം. പക്ഷെ അത് തിയററ്റിക്കലി പോസിബിൾ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇക്വിലിബ്രിയം നിൽക്കുന്ന സമയത്താണ് ഗിബ്സ് ഫ്രീ എനർജിയുടെ വാല്യൂ ഏറ്റവും മിനിമം ആവുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയത്തിന്റെ സമയത്ത് നമുക്ക് പറയാം ഡെൽറ്റ ജിയുടെ വാല്യൂ അവിടെയാണ് സീറോ ആവുന്നത്. Gibbs free energy for a reaction in which all the reactions or products are in standard state, delta G is related to the equilibrium constant of the reaction as ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ അതാണ് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ കെ അല്ലെങ്കിൽ ക്യൂ സി ആണ് യഥാർത്ഥ ഫോർമുല. ഇതെന്ന് പറയുന്നത് നമുക്ക് എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി എന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ക്യൂ സി എന്ന് പറയുന്നത് റിയാക്ഷൻ കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ സി ഡി ബൈ എ ബി. പക്ഷെ ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലായിരുന്നെങ്കിൽ ഈ ക്യൂ സിക്ക് പകരം നമുക്ക് മാറ്റി എന്താ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇടാം. ഓക്കെ ഓക്കെ, നമുക്കറിയാം ഇക്വിലിബ്രിയത്തിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിപ്പോ. അപ്പം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? സീറോ ഈക്വൽ ടു ഡെൽറ്റ ജി സീറോ പ്ലസ് ആർ ടി എൽ എൻ കെ എന്നായ അല്ലെങ്കിൽ ഡെൽറ്റ ജി സീറോ ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ എന്ന് വരും. ഈ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് ഇക്വിലിബ്രിയം ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് മൈനസ് ആർ ടി എൽ എൻ കെ ആണ്. ഓക്കെ, ഇത് നമുക്ക് പറയാനുള്ളത് ഒരു റിയാക്ഷൻ എപ്പോഴാണ് സ്പോണ്ടേനിയസ് ആവുക അതിന്റെ ടേബിൾ ആണ് കൂടി പറയാനുള്ളത്. ഇപ്പൊ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് നമുക്കറിയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. നോക്കാം. ഫസ്റ്റ് കേസിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെന്ന് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ എപ്പോഴായിരിക്കും ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ റിയാക്ഷൻ എപ്പോഴായിരിക്കും സ്പോണ്ടേനിയസ് ആവുക? നമുക്കറിയാം ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. ഇത് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഏതൊരു ടെമ്പറേച്ചറിൽ ഇത് എന്താണ് സ്പോണ്ടേനിയസ് ആയിരിക്കും. കാരണം ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. ടെമ്പറേച്ചർ ഏത് വാല്യൂ എടുത്താലും ഈ രണ്ട് ടേമും കൂടെ എന്താണ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് അറ്റ് ഓൾ ടെമ്പറേച്ചർ എന്താണ് ഇത് സ്പോണ്ടേനിയസ് ആയിരിക്കും. രണ്ടാമത്തത് രണ്ടും നെഗറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസും നെഗറ്റീവ്. അപ്പൊ ഇതെപ്പോഴായിരിക്കും സ്പോണ്ടേനിയസ് ആവുക? നമുക്കറിയാം ടി ഡെൽറ്റ എസ്, ഇപ്പം ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്, ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവും, മൈനസ് ടി ഡെൽറ്റ എസ് പോസിറ്റീവ് ആവും. അപ്പൊ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ് വന്നാലേ നമുക്ക് ഈ സമയത്ത് ഈ കേസിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകത്തുള്ളൂ. ഇപ്പൊ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ് എപ്പോഴാണ് പോസിറ്റീവ് ആവാൻ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ടി ഡെൽറ്റ എസ് എപ്പോഴാണ് ആവാൻ സാധ്യത? വാല്യൂ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂന്റെ കാര്യമാണോ പറയുന്നത് കേട്ടോ. എപ്പോഴാണ് ആവുക? ടെമ്പറേച്ചർ ലോ ആകുമ്പോൾ മാത്രമേ ഡെൽറ്റ എച്ച് ടി ഡെൽറ്റ എസിനേക്കാളും കൊടുത്തുള്ളൂ. അപ്പം ഇവിടെ എന്താണ് ഇത് അറ്റ് ലോ ടെമ്പറേച്ചറിലെ ഇത് സ്പോണ്ടേനിയസ് ആകത്തുള്ളൂ.
അടുത്ത എന്താണ് ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവ്. പക്ഷെ ഇത് ഹൈ ടെമ്പറേച്ചറിലാണ് കേസ് ആകുന്നത്. ഇത് രണ്ട് നെഗറ്റീവ്. അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ എന്തായിരിക്കും? അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ ഇത് എപ്പോഴും നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. കാരണം ടി ഡെൽറ്റ എസിന്റെ വാല്യൂ ഡെൽറ്റ എച്ചിന്റെ വാല്യൂവിനെക്കാളും കൂടും. ഇത് എപ്പോഴും ഡെൽറ്റ ജി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഹൈ ടെമ്പറേച്ചറിൽ ഇത് എപ്പോഴും നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടെ തന്നേക്കുന്നത്. ഈ ചാർട്ട് നമുക്ക് അത്രയേ ഉള്ളൂ പറയാം. ഇനി ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്. ഇപ്പം ഡെൽറ്റ എസ് നെഗറ്റീവ് ആകുമ്പോൾ ടി ഡെൽറ്റ എസ് പോസിറ്റീവ് ആവും. ഡെൽറ്റ എസ് പോസിറ്റീവ്. ഇപ്പം ആ ഇക്വേഷൻ എഴുതുക, നമുക്ക് സാധനം കിട്ടും. ഓക്കെ, ഇപ്പൊ ഇത് രണ്ടും പോസിറ്റീവ് ആയാൽ ലോ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ എപ്പോഴും നോൺ സ്പോണ്ടേനിയസ് ആകും. കാരണം ടി ഡെൽറ്റ എസിന്റെ വാല്യൂ അത്രയും ചെറുതായിരിക്കും. പിന്നെ ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ എപ്പോഴും റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ആ ലോജിക്ക് വെച്ച് നമുക്ക് കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ നമ്മൾ പറയുന്നത്? അതിന്റെയാണ് കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് പോസിബിൾ ടു ഒബ്റ്റെയിൻ ആൻ എസ്റ്റിമേറ്റ് ഓഫ് ഡെൽറ്റ ജി സീറോ ഫ്രം ദി മെഷർമെന്റ് ഓഫ് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ഒരു ആൻഡ് ദെൻ കാൽക്കുലേറ്റ് കെ അറ്റ് എനി ടെമ്പറേച്ചർ ഫോർ എക്കണോമിക് യൂസ് ഓഫ് ദി പ്രൊഡക്ട്സ്. അപ്പോൾ എന്താണ്, ഏത് ടെമ്പറേച്ചറിലാണ് ഒരു റിയാക്ഷൻ നടത്തിയാൽ നമുക്ക് ഒരു റിയാക്ഷൻ നടക്കുക. അപ്പം പല കൊമേഴ്ഷ്യൽ സ്ഥലങ്ങളിലും ഏത് ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കാൻ തീരുമാനിക്കുന്നത് ഡെൽറ്റ ജിയുടെ വാല്യൂ ഏത് ടെമ്പറേച്ചറിലാണ് കിട്ടുക നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് റിയാക്ഷൻ ഉപയോഗിക്കും. ഇഫ് K is measured directly in the laboratory, value of delta G0 at any other temperature can be calculated. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ, വലുതായിട്ടൊന്നും ഇല്ല. ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് നാളെ തൊട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.